ഹലോ കൂട്ടുകാരെ, ബീഫ് ഒലത്തിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിതാ കുറച്ച് വെളിച്ചെണ്ണ ചീഞ്ചട്ടിയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ കലത്തിലാണ് ഞാൻ ബീഫ് വേവിച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടിയും വറുത്തത് ചേർത്തിട്ടുണ്ടായിരുന്നു. കാരണം എരിവ് ഉള്ളിലേക്ക് പിടിക്കണ്ടേ, ഉപ്പും എരിവും ഇതൊക്കെ. ചട്ടിയിൽ നിന്ന് ഞാനിതാ ആ ചീഞ്ചട്ടിയിലേക്ക് ആക്കിയിട്ടു. അതിന് ശേഷം ഇളക്കുക, പിന്നെ ആ സാധനങ്ങളൊക്കെ ചേർക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്? മല്ലിപ്പൊടി ചേർത്തു. നിങ്ങളുടെ വിഭവങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുമോ? മല്ലിപ്പൊടി ചേർത്തു. ഇനി കുരുമുളക് പൊടി, അതിൻ്റെ കൂടെ ഗരം മസാല പൊടി ചേർത്തു. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തു. അപ്പോൾ ബീഫ് ഏട്ടനെ എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഒരു പെരൻ്റെ ചാറോട് കൂടി പ്രാവശ്യം വെക്കുകയെന്ന് പറഞ്ഞു. ഇനി പല തരത്തിൽ എനിക്ക് വെക്കാൻ അറിയാം കേട്ടോ. പച്ചമുളക് ഇട്ടു, പിന്നെ തക്കാളി ഇട്ടു, പിന്നെ വേപ്പിൻ്റെ ഇല. അത് കുറേ തരത്തിൽ വെക്കാനറിയാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും വയ്ക്കുക, വീട്ടിലൊരു ഇതായിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കുക. അതോടൊപ്പം എനിക്കും തരിക. ഞാൻ ഒരു ലൈക്കൊക്കെ കിട്ടിയാൽ ഞാനും നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നൊരു ലൈക്ക് എനിക്ക് തരിക. കണ്ടോ, ബീഫായി. കുറച്ച് നേരം കവുത്തി വെച്ചു, ബീഫായി കേട്ടോ. മല്ലിച്ചപ്പോൾ കുറച്ച് വെള്ളമുണ്ട്, കുറച്ച് ചെറുതായിട്ടൊരു പെരണ്ട ചാറോട് കൂടിയിട്ടാണ് വെച്ചത്. അപ്പോൾ എല്ലാവരും